ഈ കള്ള കച്ചവടക്കാരെ കൊണ്ട്, ഈ കബർ കച്ചവടക്കാരെ കൊണ്ട് തിരിച്ചറിയണ്ടേ മുസ്ലിം സമൂഹം? തിരിച്ചറിയണ്ടേ എന്ത് നീചത്താണ്, എത്ര അധപ്പതിച്ചു മനുഷ്യൻ. ഖബർ പോലും വിലക്കെടുത്തിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയം ലോലമാകുന്ന രംഗമാണ്. ഹൃദയം ലോലമാകേണ്ട സ്ഥലമാണ്. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകേണ്ട സ്ഥലമാണ് മക്ബറകൾ. ആ മക്ബറകൾക്ക് പോലും വിലപേശിയിട്ട് കച്ചവടം നടത്തിയിട്ട് ഈ സമൂഹത്തിൽ കടന്നു കയറി മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെയും അവന്റെ ആദർശത്തെയും കൊള്ളയടിക്കുന്ന ഈ കൊള്ളക്കാർക്കെതിരെ പടപൊരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കള്ളത്തരങ്ങൾ കുറഞ്ഞു പോകുന്നൊരു ഭയം, ആ വാക്കാ പ്രയോഗം, അതിനും മാത്രം നീചത്വം ഈ കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ട് നടത്തുക. അതിന്റെ ഭാഗമായിട്ട് കണ്ടോളൂ, കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന സീഡിയാണ്. പ്രത്യേകമായി മുസ്ലിയാക്കന്മാർ ഇവിടുന്ന് പോയി ഈ രൂപത്തിൽ മക്ബറകളിൽ കയറി ഇറങ്ങി കൊണ്ടുവരുന്ന ആ സീഡികൾ പോലും പരിചയപ്പെടുത്തുകയാണ്. കേട്ടോളൂ ഒരു രംഗം. പ്രസിദ്ധമായ ശിവപൂരിലെ കമറലി ദർവേഷ് ദർഗയിലെത്താം. ഇവിടെ എത്തുന്നവർ ആദ്യമായി കാണുന്നത് അത്ഭുതകരവും മനോഹരവുമായ ഒരു കാഴ്ചയാണ്. 60 കിലോ ഭാരം വരുന്ന ഒരു കരിങ്കല്ല് 11 പേർ ചേർന്ന് ചൂണ്ടുവിരൽ കൊണ്ട് തലയ്ക്ക് മീതെ വരെ ഉയരത്തിൽ പൊക്കുന്നു. കമറലി ദർവേഷ് എന്ന് വലിയന്റെ പേര് നീട്ടി വിളിച്ചുകൊണ്ടാണ് കല്ല് ഉയർത്തുന്നത്. എണ്ണം 11 കൂടുകയോ കുറയുകയോ ചെയ്താൽ കല്ല് ഉയർത്താൻ കഴിയില്ല. വലിയന്റെ പേര് വിളിക്കാതിരുന്നാലും കല്ല് പൊങ്ങുകയില്ല. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഈ രംഗം ഇവിടെ എത്തുന്ന ആർക്കും കാണാവുന്നതാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ ഈ ദർഗയിലെത്തുന്നു. കണ്ടോ, കറാമത്തുണ്ടാക്കാണ്. അപ്പൊ കറാമത്ത് എങ്ങനെ ഉണ്ടായത്? മക്ബറയുടെ മുന്നിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? 11 പേര് പൊക്കിയാലേ പൊങ്ങുള്ളൂ. വെറുതെ പൊക്കിയാ പൊങ്ങൂല. പിന്നെ കമറലി ദർവേഷ് എന്ന് വിളിച്ചിട്ട് പൊക്കണം, എങ്കിലേ പൊങ്ങുള്ളൂ. യാതൊന്ന് വിളിച്ചാലോ പൊങ്ങൂല, പവർ പോരാ. പിന്നെ കമറലി ദർവേഷ് എന്ന് പറഞ്ഞ് പൊക്കിയാൽ കല്ലിങ്ങനെ മേപ്പോട്ടിങ്ങനെ പോകുന്നു. 11 പേരുണ്ടാവാൻ പാടുള്ളൂ. 10 പേരായാലും പൊങ്ങൂല, 12 പേരായാലും പൊങ്ങൂല. കറാമത്തുണ്ടാക്കാണ്. എന്നിട്ടോ അതിന്റെ സീഡി ഇറക്കിയിട്ട് പ്രത്യേകം പോസ് ചെയ്യാം. 10 പേര് പൊക്കുമ്പോൾ പൊങ്ങാതിരിക്കുന്നു, 12 പേര് പൊക്കുമ്പോഴും പൊങ്ങാതിരിക്കുന്നു. കറക്റ്റ് 11 പേര് കമറലി ദർവേഷ് എന്ന് പറഞ്ഞിട്ട് പൊക്കിയാൽ അത് പൊങ്ങുള്ളൂ. അങ്ങനെ പൊങ്ങുള്ളൂ. നമ്മൾ പറയാ ഒരു പണി നമ്മളെ ഏൽപ്പിക്കാം, നമ്മൾ പൊക്കി തരാം. 11 പേരൊന്നും വേണ്ട, ഒരു 6 പേരായിക്കോട്ടെ, ഒരു 7 പേരായിക്കോട്ടെ, അല്ലെങ്കിൽ 11 പേര് തന്നെ ആയിക്കോട്ടെ. 11 പേരായാലും പൊങ്ങൂല. വിളിക്കണം കമറലി ദർവേഷ് വിളിച്ചാലേ പൊങ്ങുള്ളൂ. ഞങ്ങൾ അതോ എന്ന് പറഞ്ഞിട്ട് പൊക്കുമ്പോ പൊങ്ങും. അതിൽ കാണിക്കേണ്ടത്. ഇനി അതല്ല, രസം എന്ന് വെച്ചാൽ അതേ സീഡിൽ തന്നെ 10 പേര് പൊക്കുമ്പോ പൊങ്ങണില്ല എന്ന് കാണിക്കണ്ടെങ്കിൽ പൊങ്ങണില്ല. മാത്രല്ല 11 പേര് കല്ല് പൊക്കുമ്പോ പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാലൊരു ട്രിക്ക് എന്താണെന്ന് നേർക്ക് നേരെ തന്നെ അങ്ങനെ പരിശോധിച്ചപ്പോ എന്താ അതിന്റെ രസമുണ്ട്. 11 പേര് പൊക്കുമ്പോ നിങ്ങൾ കണ്ടോളൂ, എല്ലാവരും കൃത്യമായിട്ട് കൈ കല്ലിൽ തന്നെ കുത്തിയിട്ട് കൃത്യമായി നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. എല്ലാവരും ഒന്നിച്ച് 11 പേര് ഒന്നിച്ച് കല്ല് വെക്കുക. കല്ല് വെക്കുമ്പോ എല്ലാവരും സ്റ്റഡിയാണ്, എല്ലാവരുടെയും കൈയുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടിയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ടാണ് അവർ കല്ല് വെക്കുന്നത്. എല്ലാവരും ഒന്നിച്ച്. പക്ഷെ അവിടുന്ന് 10 പേരാകുമ്പോഴോ 10 പേരായി പൊങ്ങൂല എന്നാ പറഞ്ഞത്. അത് കാണിക്കാൻ വേണ്ടി 10 പേരെ വട്ടത്തിരുത്തി ഇവര് പൊക്കി. 10 പേരെ നിർത്തിയിട്ട് പൊക്കിയപ്പോ അറിയാതെ പൊങ്ങിപ്പോയി കല്ലേ. എന്ത് ചെയ്യും? പൊങ്ങരുത് വിചാരിച്ച പൊക്കിയത്, പക്ഷെ പൊക്കിയപ്പോ പൊങ്ങിപ്പോയി. അതെനിക്ക് കാണാൻ 10 പേരാ പൊക്കാൻ പോണത്. അതിന്റെ കൂടുതൽ ആ പറയുന്ന ഭാഗം കൂടി ഒന്നിച്ച് കേട്ടു. എണ്ണം 11 കൂടുകയോ കുറയുകയോ ചെയ്താൽ കല്ല് ഉയർത്താൻ കഴിയില്ല. വലിയന്റെ പേര് വിളിക്കാതിരുന്നാലും കല്ല് പൊങ്ങുകയില്ല. കല്ല് തലക്കുമ്പോഴാണ്, കല്ല് തലയുടെ മുകളിലാണ്. കല്ല് പൊങ്ങൂല. കല്ല് എവിടെയൊക്കെയുള്ളത്? 10 പേരാ പൊക്കണത്. കല്ല് തലക്കുമ്പോൾ അതാ പറഞ്ഞത് അറിയാം. പൊങ്ങരുത് വിചാരിച്ചാൽ പൊക്കിയത്, പക്ഷെ അറിയാം പൊങ്ങിപ്പോയി. എന്ത് ചെയ്യും? കല്ലിന് അറിയില്ലല്ലോ ഇത് പൊങ്ങണോ വേണ്ടേ. ഈ മനുഷ്യന്മാരുടെ മനസ്സിലെന്താണെന്ന് കല്ലിനറിയില്ല. കല്ലങ്ങ് പൊങ്ങി. അത് മാത്രമല്ല അതിന് രസം എന്ന് വെച്ചാല് 10 പേരില്ല,
10 പേരെ നിർത്തിയത്. പക്ഷെ പലരും നിർത്തണം അതൊക്കെ ഉൾവരുത് ഇങ്ങനെ പൊങ്ങരുതെന്ന് പറഞ്ഞാൽ പൊക്കണത്. അവിടെ നിങ്ങൾ കണ്ടു 10 പേര് പൊക്കുമ്പോ ആരും ഒരു ആത്മാർത്ഥം ഇല്ല, ഒരു ഖിലാസ് ഇല്ല. എല്ലാവരും എല്ലായിടത്തോ കൈവച്ചിരിക്കുന്നത്. കല്ലെവിടെ കയ്യെവിടെ, കല്ലെവിടെ കയ്യെവിടെ. പലർക്കും എന്തില്ല, തൊടുന്നതന്നില്ല. 10 പേര് 11 പേര് കൃത്യം എല്ലാവരും ഒന്നിച്ച് തൊട്ട ആൾക്കാർ ചെയ്യണ്ട. അപ്പൊ ഓരോരുത്തന്മാരിങ്ങനെ മാറി നിൽക്കാണ്. കൈ എവിടെ നിൽക്കുന്നു, കല്ലെവിടെ നിൽക്കുന്നു. അപ്പൊ പൊങ്ങരുതെന്ന് പറഞ്ഞാൽ പൊക്കണത്, പൊങ്ങരുതെന്ന് പറഞ്ഞാൽ പൊക്കുന്നത്. അപ്പോ കല്ല് പൊങ്ങിപ്പോയി എന്ന് മാത്രമല്ല, 10 പേര് പൊക്കിയോ പൊങ്ങൂല എന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് 10 പേരെ നിർത്തി പൊക്കുമ്പോ പൊങ്ങി എന്ന് മാത്രമല്ല 10 പേരും തൊടുന്നില്ല. എന്നിട്ട് തന്നെ കല്ല് പൊങ്ങിപ്പോയി. ഇനി 12 പേര് പൊക്കിയാലും പൊങ്ങൂലെന്നാണ്. 12 പേര് പൊക്കിയാലും പൊങ്ങൂലെന്നാ. പക്ഷെ അവിടെയും നിങ്ങൾ കണ്ടോളൂ, പൊക്കുമ്പോ ആളെവിടെ, പൊക്കാൻ ആള് വേണ്ട, എങ്കിലല്ലേ പൊങ്ങുള്ളൂ. 12 പേരാ പൊക്കുന്നത്. പക്ഷെ ആളുകൾ എവിടെ നിൽക്കുന്നു, കല്ലെവിടെ നിൽക്കുന്നു. നിങ്ങൾ നോക്കൂ. അപ്പോ ഈ രൂപത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കുക, ജനങ്ങളെ കബളിപ്പിക്കുക, ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുക, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കാണിക്കുക. ഇങ്ങനെ ഒരു തട്ടിപ്പ് കാണിച്ചാൽ അവിടെയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മതമേലാളന്മാരും പോയിട്ട് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അതിന് വിശ്വാസത നേടിക്കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ ദ്രോഹം. ഈ രൂപത്തിൽ കടന്നു വരുന്ന ആൾദൈവങ്ങളും ഈ രൂപത്തിൽ വിശ്വാസം കച്ചവടം ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. അതുപോലെ തന്നെ മതമേലാളന്മാരും കള്ളപ്പുരോഹിതന്മാരും ആണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം വളർച്ച ഇവർക്കുണ്ടാകുന്നത്, ഇത്രമാത്രം മുന്നേറ്റം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. എത്രത്തോളം ഈ കല്ലുപൊക്കി കള്ളത്തരം കാണിക്കുന്ന ദർഗയിൽ പോലും ആരാ വരുന്നത്, അത് ഇറക്കിയ സീഡികൾ തന്നെ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടോ. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശരത് പവാർ ഇവിടെ എത്തി കല്ല് പൊക്കുന്ന രംഗം ഇവിടെ ഫോട്ടോയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജാതിമത ഭേദമന്യേ ഇവിടെ ശാന്തി തേടിയെത്തുന്നത് ആയിരങ്ങളാണ്. കണ്ടോ? അപ്പൊ ശരത് പവാറും വന്നിട്ടുണ്ട്. ജാതിമത ഭേദം എല്ലാരും വരാൻ അവിടെ കല്ല് പൊക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് തോന്നിയാസത്തിലും എല്ലാരും ഒന്നിക്കുന്നു. മാത്രമല്ല ഈ സമൂഹത്തിലെ ഉന്നതന്മാർ അവിടെ പോയിട്ട് എല്ലാ ബുദ്ധിയും പണയം വെച്ച് നിൽക്കുക, എല്ലാ ബുദ്ധിയും അല്ലേ. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം തിരുവനന്തപുരത്ത് രോഗശാന്തി ശുശ്രൂഷ നടത്തിയ ഒരു കേന്ദ്രത്തില് അവിടുത്തെ പിന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്ടോ, ഓപ്പറേഷൻ കൂടാതെ എല്ലാം സുഖമായിട്ടുണ്ട്, എല്ലാ രോഗവും മാറിയിട്ടുണ്ട്, ഡോക്ടറെ സർട്ടിഫിക്കറ്റ്, ഡോക്ടർമാരെ സർട്ടിഫിക്കറ്റ് നൽകുക. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൊണ്ടുപോയി പോലും ബോർഡ് വെക്കുക, രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിന്റെ മുന്നിലെ രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ സ്ഥാപിച്ചു കൊടുക്കുക. അതിനുവേണ്ടിയിട്ട് ഭരണതലങ്ങളിൽ സ്വാധീനമുണ്ടാക്കുക, രാഷ്ട്രീയക്കാരുടെ ഒത്താശ നേടിയെടുക്കുക, എല്ലാരും പോയി തലകുലിച്ചു കൊടുക്കുക അല്ലേ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥക്ക് മാറ്റം വരണം. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി, എവിടെ പോയി മനുഷ്യന്റെ ചിന്ത? റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം നൽകിയിട്ട്, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ട്, ബുദ്ധിയും വിവേകവും നൽകിയിട്ട്, അവന്റെ വിശ്വാസത്തിൽ മാത്രം മനുഷ്യൻ എന്തുകൊണ്ട് ബുദ്ധിയില്ലാതെ പോകുന്നു? വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യർക്കിടയിൽ ശക്തമായി വളർന്നു വരികയാണ്. മനുഷ്യന് ബുദ്ധിയില്ല. തുണി ഉടുക്കാത്ത മനുഷ്യന്റെ മുന്നിൽ പോയി കൂപ്പുകൈയോടുകൂടി നിൽക്കുന്ന മനുഷ്യൻ, തുണി ഉടുക്കാത്ത കള്ളദൈവം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ബീവത്സമാണ് ഈ കാഴ്ച, ഇത് വൃത്തികേടായി കാണിക്കുന്നത്. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? തുണി കൊടുക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുകയോടുകൂടി നിൽക്കുന്നവൻ, ആണും പെണ്ണും വ്യത്യാസമില്ല, ഒരു സദാചാര ബോധം. ഏത് മൃഗാണിത്? വസ്ത്രം ധരിക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുന്നു. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? മരക്കഷ്ണങ്ങൾക്ക് മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ നമിക്കുന്നവൻ, എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? ഈ രൂപത്തിലുള്ള വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. എവിടെ മനുഷ്യന് ബുദ്ധിയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് ചിന്തയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് യാതൊരുവിധ യോഗ്യതയും ഇല്ലാതാകുന്നു. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാ അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ എന്നുള്ള പറഞ്ഞ ആ മനുഷ്യൻ അതേ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് ജീവിത നിലവാരം താഴ്ന്നു പോകുന്നു. എല്ലാ നിലക്കും അവൻ അധപ്പതനത്തിലായി പോകുന്നു. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ചിന്തിക്ക്, മനുഷ്യന് ബുദ്ധി വേണ്ട ഈ രംഗത്ത്, മനുഷ്യന് ചിന്ത വേണ്ട ഈ രംഗത്ത്, മനുഷ്യൻ ആലോചിക്കേണ്ട ഈ രംഗത്ത്. മരക്കുരിശിന്റെ മുന്നിൽ കല്ലുകൾ